ഹലോ വെൽക്കം ടു നേച്ചർ അറൗണ്ട്. ഇന്ന് ഒരു ഗാർഡൻ റിലേറ്റഡ് വീഡിയോ ആണ്. ഗാർഡനിങ് റിലേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെടികളൊക്കെ തനിയെ മുളച്ച് വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിനെ ഒക്കെ ഒന്ന് ക്ലീനാക്കി ഒരു ഗാർഡൻ്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതൊന്നുമല്ല. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ കുറച്ച് പഴയതാണ്. അപ്പോൾ അതിൽ കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ റിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് എന്തായാലും അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗാർഡനും കൂടി അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ തുടക്കം തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ സ്ഥലം. ഇവിടെ തുളസി, ചെണ്ടുമല്ലി, കാശിത്തുമ്പ, കോസ്മോസ്, സീനിയ അങ്ങനെയുള്ള ചെടികളൊക്കെ വിത്ത് വീണ് തനിയെ മുളച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തി, മുല്ല, കോളാമ്പി അങ്ങനെ കുറച്ച് നാടൻ പൂച്ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ മതിൽ റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മതിലിൻ്റെ സൈഡിലുള്ള ചെടികളൊക്കെ കുറച്ച് വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. ഇവിടെ ഒരു സിലോൺ മുല്ലയുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഒരു പപ്പായ മരമുണ്ട്. അപ്പോൾ അതിലുള്ള പഴങ്ങളൊക്കെ വീട്ടിൻ്റെ മുകളിൽ വീണിട്ട് ഷീറ്റ് കേട് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിർത്താൻ പറ്റില്ല. വീട്ടിൻ്റെ വളരെ ചേർന്നിട്ട് ആയതുകൊണ്ട് നമുക്കത് അവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും അവിടെ നിന്ന് അത് മുറിച്ച് മാറ്റണം. മതിലിൻ്റെ പ്ലാസ്റ്ററിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. അപ്പം നമ്മുടെ പപ്പായ മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മുൻപ് ഇവിടെ തനിയെ മുളച്ച് വളർന്നിട്ടുണ്ടായിരുന്ന സീനിയ, കോസ്മോസ്, ചെണ്ടുമല്ലി, കാശിത്തുമ്പ അങ്ങനെയുള്ള ആനുവൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇനി വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് പണിയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് മാത്രം അങ്ങനെയുള്ള ചെടികളൊക്കെ വളർത്തിയാൽ മതി എന്നുള്ളൊരു ഐഡിയയിലാണ് ഇതിവിടെ കിട്ടിയത്. മതിലിൻ്റെ പഴയ പ്ലാസ്റ്ററിങ് ഒക്കെ പൊളിച്ച കോൺക്രീറ്റ് വേസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ മണ്ണിനെയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ക്ലീൻ ആക്കുന്ന പണിയാണ്. ഇവിടെ ഒരാൾ കൂടുകൂട്ടാൻ വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ ഇടയിലുള്ള വേരിൻ്റെ കഷ്ണങ്ങളും കമ്പും ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്.
ഈ സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു നാടൻ റോസ് ചെടിയുണ്ട്. അപ്പോൾ അതിനൊരു തടം പോലെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൻ്റെ മുകളിൽ നമ്മൾ ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ഷീറ്റില്ലേ, അലുമിനിയം ഷീറ്റ്, അതിൻ്റെ ബാലൻസ് വന്ന ഒരു ചെറിയൊരു പീസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെടിയുടെ താഴെ ഒന്ന് ക്ലീൻ ചെയ്ത് ലെവലാക്കിയ ശേഷം ആ ഷീറ്റിനെ അങ്ങനെ വളച്ച് വെച്ച് ഒരു കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ആ ഹോൾസിലൂടെ കടത്തി അത് കെട്ടി വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള കെട്ടുകമ്പി കുറച്ച് വലുതായ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നില്ല. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ജനലിൻ്റെ കൊക്കിയിടുന്ന കൊളുത്തില്ലേ, അതിനെ ആ ഹോൾസിലൂടെ കടത്തി ടൈറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ അത് അനങ്ങാതെ ഫിറ്റായിട്ട് അവിടെ ഇരുന്നു. ചെടികൾ നടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ പ്ലാസ്റ്ററിങ്ങും മൊത്തം മതിലിൻ്റെ പ്ലാസ്റ്ററിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെടികൾ നടാൻ വേണ്ടി തന്നെ നമ്മൾ കുറച്ച് ടയറും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ബോക്സ് കൂടാതെ തെങ്ങിന് ചുറ്റുമായിട്ട് ഒരു തടം കെട്ടിയെടുത്തിട്ടുണ്ട്. മതിലിൻ്റെ എല്ലാ പണിയും പിന്നെ ഇവിടുത്തെ ക്ലീനിങ്ങും ലെവലിങ്ങും ഒക്കെ ഏകദേശം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീഡിയോനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഗാർഡൻ്റെ വ്യൂ ഞാൻ അതിൽ കാണിക്കുന്നതായിരിക്കും. വീടിൻ്റെ പഴയ അടുക്കളയിൽ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പുകയോടാണ്. അപ്പോൾ അതിൽ ചെടി വെക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഓടിനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ഹോള് ഡ്രിൽ ചെയ്തു. എന്നിട്ട് അതിൽ 2 കോട്ട് പെയിൻ്റൊക്കെ അടിച്ച ശേഷം മതിലിൽ ആണി അടിച്ചിട്ട് ഈ പുകയോട്ടിനെ നമ്മളതിൽ തൂക്കിയിട്ടു. ഈ ഓടിൻ്റെ മറ്റേ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് മണ്ണ് നിറച്ച് ചെടി നടാൻ പറ്റില്ല. ചട്ടിയോട് കൂടിയിട്ട് ചെടികൾ അതിനകത്തേക്ക് ഇറക്കി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ മതിലിൻ്റെ 4 കാലിലായിട്ട് 4 പുകയോട് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. പെയിൻറ്റിങ്ങും മറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.